ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ഫോളോ ഓഫ് ടി ആണ്. ഓക്കെ, അപ്പോൾ ടിയുടെ ഫോളോ ആണ് നമ്മൾ നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മുടെ ടിയുടെ പ്രൊഡക്ഷൻ ഏതാ? ടി ടെൻസ് ടു എഫ് ടി ഡാഷ്. അപ്പം ഈ ടിയുടെ ഫോളോ ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇയും ഇ ഡാഷിന്റെ ഫോളോ നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു അല്ലെ. ഇനി നമ്മൾ ടിയുടെ ഫോളോ ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ ടിയുടെ ഫോളോ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? ടി റൈറ്റ് ഹാൻഡ് സൈഡിൽ, അതായത് ആരോ കഴിഞ്ഞിട്ട്, ഈ ആരോ സിമ്പിൾ കഴിഞ്ഞിട്ട് ടി എവിടാണോ വരുന്നത് ആ പ്രൊഡക്ഷനുകളാണ് നമ്മൾ എടുക്കുന്നത് അല്ലെ. അപ്പൊ ഫസ്റ്റ് പ്രൊഡക്ഷൻ എടുത്തു നോക്കിയാൽ ഇവിടെ ടി ഉണ്ട് അല്ലെ. അപ്പൊ നമ്മൾ എടുക്കേണ്ട പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു പ്രൊഡക്ഷൻ നമുക്ക് എടുക്കണം, ഇ ടെൻസ് ടു ടി ഇ ഡാഷ്. ഓക്കെ, ഏറ്റവും ആദ്യത്തെ പ്രൊഡക്ഷൻ. ഇനി ടി അടുത്ത ടി വരുന്നത് എവിടെയാണ്? രണ്ടാമത്തെ പ്രൊഡക്ഷനിൽ ഒരു ടി വരുന്നുണ്ട് അല്ലെ. അപ്പം ഇ ഡാഷ് ടെൻസ് ടു പ്ലസ് ടി ഡാഷ് ഓർ എപ്സിലോൺ അല്ലെ, പ്ലസ് ടി ഡാഷ് ഓർ എപ്സിലോൺ. ഇനി ടി റൈറ്റ് ഹാൻഡ് സൈഡിൽ ടി വരുന്ന എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. ഈ മൂന്നാമത്തെ അവിടെ ടി ഡാഷ് ആണ്. നാലാമത്തെ നോക്കിയാലും അവിടെ ആരോഗ്യ ശേഷം ഇവിടെ ടി ഡാഷ് ആ വരുന്നത്. പിന്നെ ഇവിടെ നോക്കിയാൽ ഇവിടെ ടി എന്ന് പറഞ്ഞ സംഭവമേ ഇല്ല അല്ലെ. അപ്പൊ നമ്മൾ ടി റൈറ്റ് ഹാൻഡ് സൈഡിൽ വരുന്ന ഈ രണ്ട് പ്രൊഡക്ഷൻ ആണ് നമ്മൾ എടുക്കുന്നത്. കാരണം നമ്മൾ കാണാൻ പോകുന്നത് ടിയുടെ ഫോളോ ആണ് അല്ലെ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ആദ്യത്തെ പ്രൊഡക്ഷൻ അങ്ങോട്ട് എടുക്കുക, ഇ ടെൻസ് ടു ടി ഇ ഡാഷ്. ഓക്കെ, അപ്പൊ ആദ്യത്തെ പ്രൊഡക്ഷൻ എടുക്കുക, ഇ ടെൻസ് ടു ടി ഇ ഡാഷ്. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ രണ്ടാമത്തെ അല്ലെങ്കിൽ മൂന്നാമത്തെ ഏത് റൂളാണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. രണ്ടാമത്തെ റൂളാണോ അല്ലെങ്കിൽ മൂന്നാമത്തെ റൂളാണോ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമ്മൾ എന്തായിരുന്നു, എ ടെൻസ് ടു ആൽഫ ബി ബീറ്റ എന്നുള്ള ആ ഒരു ഇതാണ് നമ്മൾ കൊടുക്കുന്നത് അല്ലെ. ആൽഫ ബി ബീറ്റ, അതാണല്ലോ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ആ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത്, ആൽഫ ബി ബീറ്റ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? നമുക്ക് കാണേണ്ട ഫോളോ ഏതാണോ അതിന്റെ മുകളിലാണ് നമ്മൾ ബി ഇടേണ്ടത് അല്ലെ. അപ്പൊ നമ്മളിപ്പോ കാണുന്നത് എന്താ? ടിയുടെ ഫോളോ ആണ്. അങ്ങനെയാണ് നമ്മുടെ ബി എന്ന് പറയുന്നത് ഇവിടെ വരും. ഇതാണ് നമ്മുടെ ബി. ഇനി ബിന് ശേഷം ബി ബീറ്റ എന്നല്ലേ വരുന്നത്. അപ്പം ബീറ്റ എന്ന് പറയുന്നത് ഇ ഡാഷ് ആണ്. പക്ഷെ ഇവിടെ നോക്കിയേ, ഈ ബിയുടെ ലെഫ്റ്റ് സൈഡിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ ആൽഫ ഒന്നുമില്ല. അപ്പം എ ടെൻസ് ടു ബി ബീറ്റ എന്ന് വരും. ആൽഫ സൈഡിൽ ഒന്നുമില്ല. ഇനി ഇവിടെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും, എ ടെൻസ് ടു ബി ബീറ്റ ആൻഡ് ബീറ്റ നോട്ട് ഈക്വൽ ടു എപ്സിലോൺ, അങ്ങനെയല്ലേ വരുന്നത്. ഇപ്പൊ നോക്കിയേ, ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, ഇതാണ് നമ്മുടെ ഇത് അല്ലെ. എ ടെൻസ് ടു ആൽഫ ബി ബീറ്റ ആൻഡ് ബീറ്റ നോട്ട് ഈക്വൽ ടു എപ്സിലോൺ ആണെങ്കിൽ ഫോളോ ഓഫ് ബി എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ബീറ്റ ആയിരിക്കും അല്ലെ. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എന്താ, ബീറ്റ നോട്ട് ഈക്വൽ ടു എപ്സിലോൺ അല്ലേ. അങ്ങനെയാണെങ്കിൽ എന്താ, ഫോളോ ഓഫ് ബി എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ബീറ്റ. ഫോളോ ഓഫ് ബി എന്ന് പറഞ്ഞാൽ എന്താ, ബിയുടെ സ്ഥാനത്ത് നമ്മുടെ ടി ആണ് അല്ലെ. അപ്പൊ ഫോളോ ഓഫ് ടി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫോളോ ഓഫ് ടി എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ബീറ്റ ആയിരിക്കും അല്ലെ. ഫസ്റ്റ് ഓഫ് ബീറ്റ എന്താ? ഇ ഡാഷ്. ബീറ്റയുടെ സ്ഥാനത്ത് ഇ ഡാഷ് ആണല്ലോ. അപ്പൊ ഫസ്റ്റ് ഓഫ് ഫോളോ ഓഫ് ടി ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ഓഫ് ഇ ഡാഷ് എന്ന് വരും അല്ലെ. ഇനി അപ്പൊ ഫോളോ ഓഫ് ടി എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാം. ഫോളോ ഓഫ് ടി എന്ന് ഞാൻ ഇവിടെ എഴുതുവാണ്. ഫോളോ ഓഫ് ടി. ഓക്കെ, ഫോളോ ഓഫ് ടി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. നമുക്ക് കിട്ടുന്ന ഫോളോ എല്ലാം നമ്മൾ ഇവിടെ എഴുതാൻ പോവാണ്. ഇനി ഫോളോ ഓഫ് ടി എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു, ഫോളോ ഓഫ് ടി ഫസ്റ്റ് ഓഫ് ഇ ഡാഷ്. അപ്പം ഇ ഡാഷിന്റെ ഫസ്റ്റ് ആണ് ടിയുടെ ഫോളോ എന്ന് പറയുന്നത്. ഇനി ഇ ഡാഷിന്റെ ഫസ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കുന്ന ഓൾറെഡി നമ്മൾ പഠിച്ചതല്ലേ. ഞാൻ ഇ ഡാഷിന്റെ ഫസ്റ്റ് ഒക്കെ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇല്ലേ. ഇതേ ക്വസ്റ്റ്യൻ വെച്ചിട്ട് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ നമ്മൾ ഇ ഡാഷ് ഓൾറെഡി ഇവിടെ നമുക്കുണ്ട് അല്ലെ. അപ്പൊ ഇ ഡാഷ് ടെൻസ് ടു പ്ലസ് ഇ ഡാഷ് ഓർ എപ്സിലോൺ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് തന്നെ ഫസ്റ്റ് കണ്ടുപിടിക്കാൻ പറ്റും. ഈ പ്ലസും ഈ എപ്സിലോണും ആണ് എന്ത്, നമ്മുടെ ഫസ്റ്റ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ പ്ലസ് വരും, പിന്നെന്ത് വരും? എപ്സിലോൺ വരും അല്ലെ. പക്ഷേ ഇവിടെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എപ്സിലോൺ ഒരിക്കലും നമ്മൾ എടുക്കത്തില്ല. ഫോളോയുടെ കേസിൽ ഒരിക്കലും നമ്മൾ ഈ എപ്സിലോണിനെ നമ്മൾ ഒരിക്കലും കൺസിഡർ ചെയ്യത്തില്ല. ഫസ്റ്റ്, അതായത് ഇവിടെ ഫോളോയ്ക്കകത്ത് ഒരിക്കലും നമ്മൾ എപ്സിലോൺ ഉൾപ്പെടുത്തത്തില്ല. അതുകൊണ്ട് നമ്മൾ പ്ലസ് മാത്രമേ നമ്മൾ ഇവിടെ എടുക്കത്തുള്ളൂ. ഓക്കെ, ഇപ്പൊ മനസ്സിലായില്ലേ. അപ്പൊ ഇവിടെ ഫോളോയുടെ കേസിൽ അത് ഓർക്കണം. ഫോളോ കണ്ടുപിടിക്കുന്ന സമയത്ത് എപ്സിലോൺ വരുവാണെങ്കിൽ എപ്സിലോൺ ഒരിക്കലും നമ്മൾ ഫോളോയ്ക്കകത്ത് ഇൻക്ലൂഡ് ചെയ്യരുത്. അപ്പൊ പ്ലസ് മാത്രമേ നമ്മൾ എടുത്തുള്ളൂ. ഇനി അപ്പം നമ്മുടെ ഇത് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ പ്രൊഡക്ഷൻ എടുത്ത് നോക്കിയേ, ഇ ഡാഷ് ടെൻസ് ടു. നമ്മുടെ രണ്ടാമത്തെ പ്രൊഡക്ഷൻ ഏതാ? ഇ ഡാഷ് ടെൻസ് ടു പ്ലസ് ടി ഡാഷ് ഓർ എപ്സിലോൺ. ഇതാണല്ലോ നമ്മുടെ പ്രൊഡക്ഷൻ, രണ്ടാമത്തെ പ്രൊഡക്ഷൻ അല്ലെ. ഇനി നമുക്ക് മൂന്നാമത്തെ റൂളാണോ രണ്ടാമത്തെ റൂളാണോ, ഏത് റൂളാണെന്നുള്ളത് നമുക്ക് നോക്കാം അല്ലെ. അപ്പൊ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ബി ഇടേണ്ടത് എവിടാന്ന് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. ബി എന്ന് പറയുന്നത് ടിയുടെ മുകളിലാണ് അല്ലെ. കാരണം ഫോളോ ഓഫ് ടി അല്ലേ നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പൊ
ബിക്ക് ഇപ്പുറം വരുന്നതൊക്കെ ആൽഫയാണ്, ബിക്ക് ശേഷം വരുന്നതൊക്കെ എന്താ ബീറ്റയാണ് അല്ലെ. അപ്പൊ ഇവിടെ ആൽഫ എന്ന് പറയുന്ന പ്ലസ് വരും, ബി എന്ന് പറയുന്ന നമ്മുടെ ടി ആണ്, ബീറ്റ എന്ന് പറഞ്ഞ ഇ ഡാഷ് വരും, ആൽഫ ബി ബി. അപ്പം എ ടെൻസ് ടു ആൽഫ ബി ബീറ്റ, ആൽഫ ബി ബീറ്റ. ആൻഡ് ഇവിടെ പറഞ്ഞേക്കുന്നത് നമ്മുടെ രണ്ടാമത്തെ റൂൾ ആണെങ്കിൽ ആൽഫ ബി ബീറ്റ നോക്കിയാൽ, രണ്ടാമത്തെ റൂൾ ആണെങ്കിൽ എന്താ പറഞ്ഞേക്കുന്നത്, ആൽഫ ബി ബീറ്റ ആൻഡ് ബീറ്റ നോട്ട് ഈക്വൽ ടു എപ്സിലോൺ എന്നാ പറഞ്ഞേക്കുന്നത് അല്ലെ. ബീറ്റയിലെ എപ്സിലോൺ കാണാൻ പാടില്ലെന്നാ പറഞ്ഞേക്കുന്നത്. പക്ഷേ ഈ കേസിൽ നമുക്ക് എന്താ ഇവിടെ എപ്സിലോൺ ഉണ്ട് അല്ലെ. ഈ ബീറ്റയുടെ കേസ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ഇവിടെ എപ്സിലോൺ ഉണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ, നമുക്ക് ഫസ്റ്റ് ഓഫ്, അതായത് ഫസ്റ്റ് ഓഫ് ബീറ്റ, ബീറ്റയുടെ ഫസ്റ്റ് ഓഫ് ബീറ്റ എന്ന് പറയുന്നത് എന്താ, ഈ ഇ ഡാഷ് എന്ന് പറയുന്ന സാധനം അല്ലെ, ഇ ഡാഷ് എന്ന് പറയുന്ന സാധനം, അതിൽ എന്താണുള്ളത്, അതിൽ എപ്സിലോൺ ഉണ്ട് ഇല്ലേ. അതായത് ഇ ഡാഷ് എടുത്ത് നോക്കിയേ, ഇ ഡാഷിന്റെ ഫസ്റ്റ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് എടുക്കുമ്പോൾ നമുക്ക് ഇ ഡാഷിന്റെ ഫസ്റ്റ് എന്താ കിട്ടുന്നത്, ഈ പ്ലസും എപ്സിലോണും അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇ ഡാഷിനകത്ത് എപ്സിലോൺ വരത്തില്ലേ. അങ്ങനെയാണെങ്കിൽ ഈ മൂന്നാമത്തെ റൂൾ എന്താ പറഞ്ഞേക്കുന്നത് നോക്കിയേ, എ ടെൻസ് ടു ആൽഫ ബി ബീറ്റ ആൻഡ് ഫസ്റ്റ് ഓഫ് ബീറ്റ ഹാസ് എപ്സിലോൺ. അപ്പൊ ശരിയല്ലേ, ബീറ്റ ഫസ്റ്റ്, അതായത് നമ്മുടെ ഫസ്റ്റ് ഓഫ് ബീറ്റയിൽ എപ്സിലോൺ ഉണ്ടെങ്കിൽ ഫോളോ ഓഫ് ബി ഈസ് ഈക്വൽ ടു ഫോളോ ഓഫ് എ ആണ് വരേണ്ടത്. അപ്പൊ നമ്മൾ ഉപയോഗിക്കേണ്ട റൂൾ ഏതാ, മൂന്നാമത്തെ റൂളാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പം ഫസ്റ്റ് ഓഫ് ബീറ്റ നോക്കിയാൽ, അതായത് ഫസ്റ്റ് ഓഫ് ഇ ഡാഷിനകത്ത് എപ്സിലോൺ ഉണ്ട് അല്ലെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ മൂന്നാമത്തെ റൂളാണ് യൂസ് ചെയ്യേണ്ടത് അല്ലെ. അപ്പൊ മൂന്നാമത്തെ റൂൾ യൂസ് ചെയ്യണം എന്താ പറഞ്ഞേക്കുന്നത്, ഫോളോ ഓഫ് ബി ഈസ് ഈക്വൽ ടു ഫോളോ ഓഫ് എ എന്ന് വരും അല്ലെ. ഫോളോ ഓഫ് ബി എന്ന് പറഞ്ഞാൽ എന്താ, ഫോളോ ഓഫ് ടി. സോ ഫോളോ ഓഫ് ടി എന്ന് പറയുന്നത് ഫോളോ ഓഫ് ഇ ഡാഷ് എന്ന് വരും അല്ലെ. ഫോളോ ഓഫ് ടി ഈസ് ഈക്വൽ ടു ഫോളോ ഓഫ് ഇ ഡാഷ് എന്ന് വരും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇ ഡാഷിന്റെ ഫോളോ എന്താ, ഇ ഡാഷിന്റെ ഫോളോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചായിരുന്നു. ഇ ഡാഷിന്റെ ഫോളോയ്ക്കകത്ത് എന്താ വരുന്നത്, ഡോളർ സിമ്പിളും ഒരു ക്ലോസ്ഡ് ബ്രാക്കറ്റും ആണ് വരുന്നത് അല്ലെ. അതാണ് ഇ ഡാഷിന്റെ ഫോളോ. അത് കഴിഞ്ഞ വീഡിയോ നോക്കിയാൽ മതി, അത് നമ്മൾ ഓൾറെഡി ഇ ഡാഷിന്റെ ഫോളോ കണ്ടുപിടിച്ചല്ലേ. അതേ സംഭവം തന്നെ ഇവിടോട്ട് എഴുതിയാൽ മതി. അപ്പൊ പ്ലസ് വരും, പിന്നെ നമുക്കൊരു ഡോളർ സിമ്പിൾ വരും, പിന്നെ എന്ത് വരും, നമുക്കൊരു ക്ലോസ്ഡ് ബ്രാക്കറ്റും വരും. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ടിയുടെ ഫോളോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ നമുക്ക് തന്നേക്കുന്ന ഈ 3 റൂളുകളും ഉണ്ടല്ലോ, അതായത് ഈ 3 റൂളുകളും, ഇതിൽ ആദ്യത്തെ റൂൾ എന്തായാലും നമുക്ക് ഫസ്റ്റ് നമ്മുടെ സിമ്പിളിന് ഇതേ മാത്രമേ പറ്റുള്ളൂ. ഈ ഫസ്റ്റ് റൂൾ എന്ന് പറയുന്ന സംഭവം എപ്പോഴും നമ്മുടെ സ്റ്റാർട്ട് സിമ്പിളിന് മാത്രമേ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഒന്നിനും നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. പിന്നെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഈ രണ്ടാമത്തെ മൂന്നാമത്തെ റൂൾ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ പറഞ്ഞേക്കുന്നത് ആൽഫ ബി ബീറ്റ ആൻഡ് ബീറ്റ നോട്ട് ഈക്വൽ ടു എപ്സിലോൺ ആണെങ്കിൽ ഇത് ഉപയോഗിക്കുക. ഇനി ഫസ്റ്റ് ഓഫ് ബീറ്റയിൽ എപ്സിലോൺ വരുവാണെങ്കിൽ ഇതാണ് യൂസ് ചെയ്യേണ്ടത്. അതാണ് നമ്മൾ കുറച്ചു മുമ്പേ കണ്ടത്. ഫസ്റ്റ് ഓഫ് ബീറ്റയിൽ എപ്സിലോൺ ഉണ്ടെങ്കിൽ നമ്മൾ ഇത് വേണം യൂസ് ചെയ്യാൻ. ഫോളോ ഓഫ് ബി എന്ന് പറഞ്ഞാൽ ഫോളോ ഓഫ് എ വരും, അല്ലെങ്കിൽ ഫോളോ ഓഫ് ബി എന്ന് പറയുന്ന ഫസ്റ്റ് ഓഫ് ബീറ്റ വരും. ഓക്കെ, അപ്പൊ ഇതിൽ ഏത് റൂളാണ് കറക്റ്റ് ആയിട്ട് മാച്ച് ആകുന്നത് എന്നുള്ളത് നമ്മൾ നോക്കണം. എന്നിട്ട് വേണം നമ്മളത് ഫോളോ കറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ. ഓക്കെ, അപ്പൊ അങ്ങനെ നോക്കുവാണെങ്കിൽ നമ്മുടെ ഫോളോ എന്ന് പറയുന്നത് എന്താണ്, പ്ലസും ഡോളർ സിമ്പിളും അല്ലെ. ഈ പ്ലസും ഡോളർ സിമ്പിളും ഇതാണ് നമ്മുടെ ഫോളോ എന്ന് പറയുന്നത്. പ്ലസ് ഡോളർ സിമ്പിള് പിന്നെ ക്ലോസ്ഡ് ബ്രാക്കറ്റ്. ഓക്കെ, അപ്പോ ടിയുടെ ഫോളോ നമ്മൾ കണ്ടുപിടിച്ചു അല്ലെ. ഇനി നമുക്ക് ടി ഡാഷിന്റെ ഫോളോ കണ്ടുപിടിക്കാം. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. ഓക്കെ, ഇപ്പൊ ഈ ഒരു സ്റ്റൈല് മനസ്സിലായില്ലേ. ഈ ഒരു സ്റ്റൈല് വെച്ചിട്ട് നമ്മൾ കുറെ പ്രോബ്ലംസ് ചെയ്തു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് സിമ്പിൾ ആണ്, അല്ല വലിയ കാര്യമൊന്നുമില്ല, ഇത് എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. പക്ഷെ ശ്രദ്ധയോടെ ചെയ്യണം, കുറച്ച് ശ്രദ്ധിച്ച് ചെയ്തെങ്കിൽ മാത്രമേ കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഏതെങ്കിലും ഒരു സിമ്പിൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ മൊത്തം തവിട് കൂടിയായി പോകും. ഓക്കെ, അപ്പൊ നമുക്ക് ബാക്കിയുള്ളത് ടി ഡാഷിന്റെ ഫോളോവും കൂടെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. താങ്ക് യു.